നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പൊളിച്ചെഴുത്തിൽ നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമരത്തിലെ വിവിധ ധാരകളെ പറ്റിയായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് മഹാത്മാഗാന്ധി നയിച്ച സ്വാതന്ത്ര്യ സമരം തന്നെ. എന്നാൽ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായകമായ വഴിത്തിരിവുണ്ടാക്കിയ സുഭാഷ് ചന്ദ്രബോസിൻ്റെയും സാവർക്കറിൻ്റെയും മറ്റും സംഭാവനകൾ വേണ്ടത്ര ചരിത്രത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് നാം കണ്ടു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമൻ്റ് ആറ്റ്ലി തന്നെ സ്വാതന്ത്ര്യം കൊടുക്കാനുണ്ടായ സാഹചര്യം 1946 നാവിക കലാപമാണ് എന്ന് കൽക്കട്ടയിൽ വെച്ച് ഫണീന്ദ്രനാഥ് ചാറ്റർജി എന്ന ചീഫ് ജസ്റ്റിസിനോട് പറഞ്ഞു. അത് റെക്കോർഡ് ചെയ്യപ്പെട്ട ചരിത്രമാണ്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ക്വിറ്റ് ഇന്ത്യ സമരം വളരെ ചെറിയ ഒരു സംഭാവനയാണ് നൽകിയത് എന്നും ആറ്റ്ലി പറഞ്ഞു. ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. എന്തായിരുന്നു ഈ 1946 നാവിക കലാപം? വാസ്തവത്തിൽ അതിനെ നാവിക കലാപം എന്ന് വിളിക്കുന്നത് തന്നെ തെറ്റാണ്. അതൊരു നാവിക വിപ്ലവമായിരുന്നു. കലാപം എന്ന് പറഞ്ഞാൽ സാധാരണ എന്താ? ഒരു നിസ്സാര ആവശ്യത്തിനായി മനുഷ്യന് ദേഷ്യം വന്നിട്ട് കണ്ണിക്കണ്ടവരെയൊക്കെ ആക്രമിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുക, ഇതൊക്കെയാണ് കലാപം എന്ന് പറയുന്നത്. അത് പോലീസോ പട്ടാളമോ ഒക്കെ ഇറങ്ങി ഷൂട്ട് അറ്റ് സൈറ്റൊക്കെ നടത്തിയിട്ട് എല്ലാം വൃത്തിയാക്കി എല്ലാവരെയും പിടിച്ച് അകത്താക്കി കുറേ പേര് മരിക്കും, കുറേ പേർക്ക് പരിക്കേൽക്കും. ഇങ്ങനെയുള്ളതാണ് കലാപം എന്ന് സാധാരണ പറയാറുള്ളത്. ഇതങ്ങനെ ആയിരുന്നില്ല. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഒരു ദിവസം സർപ്രൈസായിട്ട് തുടങ്ങിയ വിപ്ലവമായിരുന്നു 1946. അത് തുടങ്ങിയത് നേവിയാണ്, ഇന്ത്യൻ നേവിയാണ് തുടങ്ങിയത്. ബോംബെയിലാണ് തുടങ്ങിയത്. അതിൻ്റെ ഒരു ചെറു വിവരണം നമുക്ക് വിക്രം സമ്പത്ത് തരുന്നു. നമുക്കതൊന്ന് കേൾക്കാം ആദ്യം. So the 1946 mutiny which started in Bombay, I'm saying Bombay because that's what it was called then. So there were lots of sailors who initially for the ratings that they had and so on, they were denied that and so on. So that is why they there was a protest on the deck, in the ships here, which they went on hunger strike. They started protesting and so on. But then slowly that entire thing grew into a larger demand for liberation, and carrying placards of long live Netaji and photographs of Netaji Bose. These people went all over the city on marches, and common people started joining them in large numbers. And as I said, the flame that was lit in Bombay spread to different places, even South India, Karachi, Jabalpur, different parts of India. And by then the INA trials had begun in Delhi, the Red Fort, and that too had created a lot of sympathy for the soldiers who had fought in the INA. So I think it was like a bomb that was ticking at that time, and that's what shocked the British and scared them beyond doubt. അപ്പോൾ 1946 നമ്മുടെ നേവി ബോംബെയിൽ നിരാഹാര സമരം തുടങ്ങി, മുദ്രാവാക്യം വിളികൾ തുടങ്ങി. അത് മെല്ലെ ബോംബെ നഗരത്തിലേക്ക് വ്യാപിച്ചു. നഗരത്തിലെമ്പാടും പ്രകടനങ്ങൾ നടന്നു. നേതാജിക്ക് ജയ് വിളിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങൾ, നേതാജിയുടെ ഫോട്ടോ വഹിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങൾ, അത് ഭാരതമെങ്ങും പടർന്നു പിടിച്ചു. മധ്യഭാരതത്തിൽ ജബൽപൂർ, ഇങ്ങ് കൊച്ചിയിലും അന്നുണ്ടായി. അതിനെ തുടർന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും ഈ സമരത്തെ തള്ളിപ്പറഞ്ഞു. ഞങ്ങളിതിൻ്റെ കൂട്ടത്തിലില്ല, ഞങ്ങളുടെ പിന്തുണ ഇതിനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസ്താവനയൊക്കെ ഇറക്കി. പക്ഷേ ഈ സമരം വല്ലാതെ അങ്ങ് വ്യാപിച്ചു ഭാരതത്തിലെമ്പാടും. അതിനെ തുടർന്നാണ് ബ്രിട്ടീഷ് സർക്കാർ ഗൗരവമായിട്ട് ഇന്ത്യ വിടുന്നതിനെപ്പറ്റി ആലോചിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ എന്നുള്ള ഗാന്ധിജിയുടെ മുദ്രാവാക്യം അതിന് വളരെ ലിമിറ്റഡ് റീച്ചേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് സാരം. പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്തുകൊണ്ട് ഈ മഹാസംഭവങ്ങളൊന്നും വേണ്ട രീതിയിൽ അടയാളപ്പെടുത്തപ്പെട്ടില്ല എന്ന് നോക്കുമ്പോൾ അതിന് ഉത്തരവാദിയായിട്ട് നാം കാണുന്നത് ജവഹർലാൽ നെഹ്റുവിനെയാണ്. നെഹ്റു സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു പ്രത്യേക നരേറ്റീവ് സ്വാതന്ത്ര്യ സമരത്തെപ്പറ്റി
വരേണ്ടത് എന്താണ്, വരാൻ പാടില്ലാത്തത് എന്താണ് എന്ന് തീരുമാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആൾ നെഹ്റു ആയിരുന്നു. നെഹ്റു തീരുമാനിച്ച ഈ വിജയിച്ച ആൾ ആണ് ചരിത്രം എഴുതുക എന്ന് പറയുമല്ലോ. വിജയിച്ചവൻ്റെയാണ് ചരിത്രം, പരാജിതന് ചരിത്രമില്ല. 1945 ഒരു വിമാന അപകടത്തിൽ നേതാജി കൊല്ലപ്പെട്ടു എന്നൊക്കെയുള്ളൊരു കഥയും, ആ കഥ ഇന്ന് വരെ, ഞാൻ ഈ നിങ്ങളോട് സംസാരിക്കുന്ന നിമിഷം വരെ ആ കഥ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. നേതാജിക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇന്നും ആർക്കും അറിയില്ല. നേതാജിയെപ്പറ്റി അന്വേഷിക്കാൻ ഏൽപ്പിച്ച കമ്മീഷനുകളെല്ലാം ഇരുട്ടിൽ തപ്പുകയായിരുന്നു. നേതാജി പേപ്പേഴ്സ് നരേന്ദ്രമോദി വന്നപ്പോൾ ഡീക്ലാസിഫൈ ചെയ്തു. ഈ ഡീക്ലാസിഫൈ ചെയ്ത പേപ്പറുകൾ തന്നെ 1.25 ലക്ഷമോ മറ്റോ ഉണ്ട്. അത് ഇതുവരെ വായിച്ച് തീർന്നു കാണില്ല ആളുകളുടെ, ചരിത്രകാരന്മാരുടെ. അതിൽ നിന്ന് തന്നെ പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് ചരിത്രമുണ്ടാക്കാൻ സാമർഥ്യമുള്ളവരുണ്ട്. അവർ ഒരു പ്രത്യേക കഥ സൃഷ്ടിക്കും. അതാണ് നരേറ്റീവ്. ഇതുപോലെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു നരേറ്റീവ് നെഹ്റു സൃഷ്ടിച്ചു. നെഹ്റുവിന് അനുകൂലമായ, ഗാന്ധിക്ക് അനുകൂലമായ, നെഹ്റുവിനോ ഗാന്ധിക്കോ ഇഷ്ടമില്ലാത്ത ആളുകൾ സൈഡ് ലൈൻ ചെയ്യപ്പെട്ട ചരിത്രം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സ്വാതന്ത്ര്യ സമരം കിട്ടുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആരായിരുന്നു? ആചാര്യ JB കൃപലാനി ആയിരുന്നു. ഇത് എത്ര കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് സ്കൂളിൽ? കോൺഗ്രസ് ആണല്ലോ അന്ന് എല്ലാവരും, വാസ്തവത്തിൽ കോൺഗ്രസ് എന്നൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. എല്ലാവരും സമരം ചെയ്യുന്നത് കോൺഗ്രസ്സിൽ വന്നിട്ടാണ്. സ്വാതന്ത്ര്യ സമരം ചെയ്യാൻ തീരുമാനിച്ച ഒരാൾ കോൺഗ്രസ്സിൽ ചേരുകയാണ് ആദ്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ നേതാജി സുഭാഷ് ബോസ് കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ. കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് വരെ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. അത് ഗാന്ധിജിയുടെ ഹിതത്തിന് വിരുദ്ധമായിട്ടായിരുന്നു. ഗാന്ധിജിയുടെ സ്ഥാനാർത്ഥി അന്ന് പട്ടാഭി സീതാരാമയ്യയായിരുന്നു. പട്ടാഭി സീതാരാമയ്യ കോൺഗ്രസ്സിലെ തിരഞ്ഞെടുപ്പിൽ തോറ്റുപോയി. സുഭാഷ് ചന്ദ്രബോസ് ജയിച്ചു. അത് ഗാന്ധിജിക്ക് ഇഷ്ടപ്പെട്ടില്ല. സുഭാഷ് ചന്ദ്രബോസിനെ വല്ലാതെ ശ്വാസം മുട്ടിച്ചു, എല്ലാ സ്ഥലത്തും അപമാനിച്ചു, അവഗണിച്ചു. ഇങ്ങനെയൊക്കെ ആയപ്പോഴാണ് സുഭാഷ് ചന്ദ്രബോസ് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ചരിത്രമാണ്. ഇതൊക്കെ നമ്മുടെ കുട്ടികൾ പഠിച്ചിരിക്കേണ്ടതല്ലേ. നമ്മൾ വളരെ മഹാത്മാവാണ് എന്ന് പറയുന്ന ഗാന്ധിജി പോലും സ്വന്തം സ്ഥാനാർത്ഥി തോറ്റു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് പെരുമാറിയത് എന്നും നമ്മുടെ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടതല്ലേ. അപ്പോഴല്ലേ സുഭാഷ് ചന്ദ്രബോസിൻ്റെ വ്യക്തിത്വം തെളിഞ്ഞു വരുള്ളൂ. ആ വ്യക്തിത്വം തെളിയുന്നത് കൊണ്ട് ഗാന്ധിജിക്കൊരു കുറവും വരില്ല എന്ന് മാത്രമല്ല, എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന് തുറന്നെഴുതാൻ കഴിവുള്ള മഹാത്മാഗാന്ധി ഈ തുറന്നു പറച്ചിലുകളെ മുഴുവൻ അംഗീകരിക്കുമായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ സത്യത്തോടായിരുന്നു ഗാന്ധിജിക്ക് ഏറ്റവും വലിയ പ്രതിബദ്ധത. അതിനാൽ ഈ സുഭാഷ് ചന്ദ്രബോസിൻ്റെയോ സാവർക്കറുടെയോ യഥാർത്ഥ ചരിത്രം പുറത്തു വരുന്നതിൽ ഗാന്ധിജി സന്തോഷിക്കുമായിരുന്നു. എന്നാൽ നെഹ്റു അങ്ങനെ ആയിരുന്നില്ല. നെഹ്റുവിന് തൻ്റെ മഹാത്മ്യം കുറഞ്ഞു പോകുമോ എന്ന് എന്നും ഒരു പേടിയുണ്ടായിരുന്നു. എന്തായിരുന്നു നെഹ്റുവിൻ്റെ നരേറ്റീവ്? എന്താണ് അദ്ദേഹം ഇങ്ങനെ പെരുമാറാൻ കാരണം? അതും ഈ വിക്രം സമ്പത്ത് വിശദീകരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. അതിനുശേഷം നമുക്കത് അനലൈസ് ചെയ്യാം. After independence, the people who came to power, I think they wanted to ensure that a certain viewpoint about the freedom struggle itself was highlighted, and anyone who was not part of that so-called mainstream of the non-violent movement, they would not get its due. And You so mean Nehru? yes, Or you can say it. This isn't television. yes. That's why people are gravitating away from television and onto YouTube. No, I don't want to bitch about him, but I think some of these strategic, and Machiavellian, attempts that he made to kind of suppress all opposing viewpoints. He was called a great Democrat and a liberal and all that, but then the stifling of voices, the freedom of expression, even a Majrooh Sultanpuri, languishing in jail for 1.5 years because he wrote a poem in which he called Nehru Hitler's Chela or something like that, something as innocuous as that, and we say he's a paragon of freedom of speech. I think that's a little far-fetched, but be it as it may. But the narrative that was set was that we need to highlight only
the non-violent movement and the role of the Congress in it, and anything that doesn't come within this framework, that should not get its due in the history. It should be mentioned, but it should be in passing. അപ്പോൾ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നെഹ്റുവാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം എഴുതുകയും എഴുതിക്കുകയും ഒക്കെ ചെയ്തത്. നെഹ്റുവിൻ്റെ തീരുമാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രമാണ് സ്വാതന്ത്ര്യ സമര ചരിത്രം. ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്, അവരെ നിസ്സാരമായിട്ടൊന്ന് പരാമർശിച്ചു പോകും തർക്കം ഒഴിവാക്കാനായിട്ട്. സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടായിരുന്നു ഇതാ കണ്ടില്ലേ ഇത്രാം പേജിൽ 2 വരിയുണ്ട്. ഭഗത് സിംഗ് ഉണ്ടല്ലോ 1 വരി ഇവിടെയുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കാൻ വേണ്ടി മാത്രം ഇവരുടെയൊക്കെ പേരുകൾ പരാമർശിക്കുക. ബാക്കി പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമരം നടത്തിയത് കോൺഗ്രസും കോൺഗ്രസിൻ്റെ നേതാക്കളുമാണ്. ആ നേതാക്കളിൽ വലിയൊരു കേമൻ നെഹ്റു തന്നെയാണ്. മഹാത്മാഗാന്ധിയെ അദ്ദേഹം വാഴ്ത്തുന്നൊക്കെയുണ്ട്. പക്ഷേ മഹാത്മാഗാന്ധി മരിച്ചു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ഇനി എത്ര പൊക്കി പറഞ്ഞാലും തനിക്ക് ദോഷമൊന്നും വരാനില്ല. നെഹ്റു അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ അപ്പോസ്തലനാണ് എന്നൊക്കെ പലരും ധരിക്കും. അങ്ങനെയൊന്നും അല്ല. ഒരഭിപ്രായ സ്വാതന്ത്ര്യവും നെഹ്റു ആർക്കും വകവെച്ച് കൊടുത്തിട്ടില്ല. ഈ ഭരണഘടനയുടെ 1ാം ഭേദഗതി അത് കൊണ്ടുവന്നത് നെഹ്റുവാണ്. അതിലാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കാനുള്ള അവകാശം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമുണ്ട് എന്നുള്ളത് ഭേദഗതി കൊണ്ടുവന്നത്. അതായിരുന്നു ആദ്യത്തെ ഭേദഗതി ഭരണഘടനയുടെ. ആ ഭേദഗതി വരാൻ കാര്യമെന്താ? രമേശ് താപ്പർ എന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു പത്രമിറക്കിയിരുന്നു, ക്രോസ് റോഡ്സ് എന്ന് പറഞ്ഞിട്ട്. അത് മദ്രാസിൽ നിന്ന് ഇറക്കി. മദ്രാസ് സർക്കാർ അത് നിരോധിച്ചു. കാരണം അത് മുഴുവൻ നെഹ്റുവിൻ്റെ കുറ്റമാണ്. ആ പത്രത്തിൽ മുഴുവൻ അയാൾ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു രമേശ് താപ്പർ. സ്വാഭാവികമായിട്ട് നെഹ്റുവിനെ അയാൾ വിമർശിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാർ നെഹ്റുവിനെ പൊക്കി പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ കണക്കിൽ പഴയ കമ്മ്യൂണിസ്റ്റുകാരെ എടുക്കരുത്. ഇപ്പോൾ ഇവർ നെഹ്റുവിനെ പൊക്കി പറയുന്നത് നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നെഹ്റുവിനോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പോൾ അതൊരു രാഷ്ട്രീയമാണ്. രമേശ് താപ്പർ ഒറിജിനൽ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അയാൾ നെഹ്റുവിനെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. ബൂർഷ്വായാണ്, അപ്പടിയാണ് ഇപ്പടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കും. ഇത് നിരോധിക്കപ്പെട്ടു. രമേശ് താപ്പർ കോടതിയിൽ പോയി. അങ്ങനെ അത് സുപ്രീം കോടതി വരെ വന്നു. സുപ്രീം കോടതി പറഞ്ഞു രമേശ് താപ്പറിനും ക്രോസ് റോഡ്സിനും അവരുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് പ്രധാനമന്ത്രിയെ വിമർശിക്കാനും എന്ത് ചെയ്യാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം ഫണ്ടമെൻ്റൽ റൈറ്റാണ്, മൗലികാവകാശമാണ്, അതിൽ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഒരു വിധി കൊടുത്തു. ആ വിധിയെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഭേദഗതി ഭരണഘടനയിൽ വരുത്തുന്നത്. അത് വരുത്തുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ആ ഭേദഗതിയിൽ എഴുതിയും വെച്ചിട്ടുണ്ട്, രമേശ് താപ്പർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസിലെ സുപ്രീം കോടതി വിധി മറികടക്കാനുള്ള ഭേദഗതി എന്ന് അതിൻ്റെ മുകളിൽ എഴുതിയിട്ടാണ് ഈ ഭേദഗതി നെഹ്റു പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കുന്നത്. അപ്പം നെഹ്റു വലിയ അഭിപ്രായ സ്വാതന്ത്ര്യക്കാരനായിരുന്നു, ജനാധിപത്യവാദിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമൊന്നുമല്ല. പക്ഷേ ഈ കാര്യമൊക്കെ ചരിത്രത്തിൽ എഴുതിക്കഴിഞ്ഞാൽ കുട്ടികളിത് പഠിക്കുകയും ചാച്ചാ നെഹ്റു ഒരു വലിയ ഫിഗറൊന്നും അല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യും. ചെറുപ്പം മുതൽ കുട്ടികളുടെ മനസ്സിൽ ഈ നെഹ്റുവിനെ അടിച്ചേൽപ്പിക്കുന്നത് വാസ്തവത്തിൽ കോൺഗ്രസ്സിനെ അടിച്ചേൽപ്പിക്കലാണ്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഒരു കോൺഗ്രസ് ബയാസ് ഉണ്ടാകുന്നത് മനസ്സിൽ. രാഷ്ട്രീയത്തിൽ നോക്കുക, കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കോൺഗ്രസ്, BJP അല്ലെങ്കിൽ കോൺഗ്രസ്, തെലുങ്ക് ദേശം പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ്, DMK അല്ലെങ്കിൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ്. ഈ കോൺഗ്രസ് ഒരു ഘടകമായിട്ട് എപ്പോഴും കിടക്കുന്നതിന് അതിൻ്റെ ഒരു ആവശ്യത്തിനായിട്ടാണ് ഈ ജവഹർലാൽ നെഹ്റുവിനെ 4 or 5 വയസ്സുള്ളപ്പോൾ മുതൽ കുട്ടികളുടെ മനസ്സിലിങ്ങനെ കുടിയിരുത്തുന്നത്. ഞാനുമൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ശിശുദിനം അന്ന് വലിയ ആഘോഷം, മുട്ടായി വിതരണം, നെഹ്റുവായിട്ട് വേഷം കെട്ടൽ, ജാഥ, ഇതൊക്കെ ഉണ്ടല്ലോ, വലിയ ഉത്സാഹമാണെന്ന്. അന്നൊന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല ഇതാണ് ഇതിൻ്റെ തന്ത്രം. ഇതല്ല എന്ന് പറയാനായിട്ട് വേറൊരു കാരണം കാണുന്നുമില്ല. അതല്ലെങ്കിൽ അത്ര വലിയ മഹാനായിരിക്കണം നെഹ്റു. അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരു സാധാരണ രാഷ്ട്രീയക്കാരനായിരുന്നു നെഹ്റു. നല്ല പ്രസംഗങ്ങളൊക്കെ നടത്തും. ഇതുപോലെ അദ്ദേഹം ഈ ഗാന്ധിജിയുടെ അനുഗ്രഹം എന്നും ഉണ്ടായിരുന്നു. ഗാന്ധിയൻ ഫിലോസഫിയൊന്നും നെഹ്റു ഒരിക്കലും ഫോളോ ചെയ്തിരുന്നില്ല. പരമപുച്ഛമായിരുന്നു. അത് അദ്ദേഹത്തിന് ഗാന്ധി തുറന്ന് തന്നെ
ഗാന്ധിക്ക് അദ്ദേഹം കത്തയച്ചിട്ടുണ്ട്, അങ്ങ് പറയുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. എന്നിട്ടും നെഹ്റുവിനെ ഗാന്ധി പ്രധാനമന്ത്രിയാക്കി. വാസ്തവത്തിൽ അന്ന് 15 പ്രവിശ്യ കമ്മിറ്റികളുണ്ടായിരുന്നു കോൺഗ്രസ്. അതിൽ 12 പേരും സർദാർ പട്ടേലിൻ്റെ പേരാണ് പറഞ്ഞത്. 2 പേര് കൃപലാനിയുടെ പേര് പറഞ്ഞു, ഒരാൾ വേറെ ആരുടെയോ പേര് പറഞ്ഞു. ഏതായാലും നെഹ്റുവിൻ്റെ പേര് ആരും പറഞ്ഞില്ല. എന്നിട്ടും ഗാന്ധി സ്വന്തം സ്വാധീനം ഉപയോഗിച്ച് നെഹ്റുവിനെ പ്രൈം മിനിസ്റ്ററാക്കി. ആ പ്രഹേളിക ഇപ്പോഴും നിലനിൽക്കുന്നു, ആർക്കും മനസ്സിലാവുന്നില്ല. പിന്നെ ഗാന്ധി പറഞ്ഞതുകൊണ്ട് എല്ലാവരും അനുസരിച്ചു, അത് ശരി, അങ്ങനെ ആയിക്കോട്ടെ, നെഹ്റു ആയിക്കോട്ടെ എന്ന്. ഇങ്ങനെയാണ് നെഹ്റു പ്രധാനമന്ത്രി ആകുന്നത്, അല്ലാതെ വലിയ മഹാനായതുകൊണ്ടൊന്നുമല്ല. എന്തുമായിക്കോട്ടെ, അദ്ദേഹം പ്രധാനമന്ത്രിയായി. അദ്ദേഹമാണ് ഭാരത ചരിത്രത്തിൻ്റെ നരേറ്റീവ് തീരുമാനിച്ച് ഈ വഷളത്തരത്തിലെല്ലാം കൊണ്ടുപോയത്. അതുകൂടാതെ ഈ ഭാരതരത്ന ഉണ്ടല്ലോ, ഭാരതരത്നം നെഹ്റു പ്രധാനമന്ത്രിയാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. നെഹ്റു ഭാരതരത്നം പ്രഖ്യാപിച്ചു. ആർക്ക്? നെഹ്റുവിന്. നെഹ്റു പ്രഖ്യാപിച്ച ഭാരതരത്നം നെഹ്റുവിൻ്റെ കയ്യിൽ നിന്ന് നെഹ്റു തന്നെ ഏറ്റുവാങ്ങി. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇത് പിന്നീട് ചെയ്ത ആളും ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ ഈ പറയുന്ന മാതിരിയാണ് ഈ കോൺഗ്രസ്സിനെ മനുഷ്യരുടെ തലയിൽ അടിച്ച് കയറ്റിയിട്ട് എന്ത് വന്നു കഴിഞ്ഞാൽ ഇതല്ലെങ്കിൽ കോൺഗ്രസ്, അതല്ലെങ്കിൽ കോൺഗ്രസ്. അപ്പോൾ ഇതെപ്പോഴും താൽക്കാലികമാണ്, കോൺഗ്രസ് പെർമനൻ്റ് ആണ്. ഏത് കോമ്പിനേഷൻ എടുത്താലും അതിനകത്ത് കോൺഗ്രസ് ഉണ്ടാവും. പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലും ഒരു കോൺഗ്രസ്സുകാരനുണ്ട്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, കോൺഗ്രസ് എസ്. അപ്പോൾ കോൺഗ്രസ് ഇല്ലാതെ ചരിത്രം രേഖപ്പെടുത്തുമ്പോഴുണ്ടല്ലോ, കോൺഗ്രസ് ഇല്ലാതെ കേരളത്തിൽ ഒരു ഭരണവും നടന്നിട്ടില്ല എന്ന് പറയും. ഭരണകക്ഷിയിലും കോൺഗ്രസ്സുണ്ട്, പ്രതിപക്ഷത്തും കോൺഗ്രസ്സുണ്ട്. ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു ടെക്നിക്ക്. ഇതിൻ്റെയൊക്കെ നിർമ്മാതാവ്, ശില്പി ജവഹർലാൽ നെഹ്റുവാണ്. അദ്ദേഹം ഇത് ആയിട്ട് മുന്നോട്ട് പോയി. ഈ ചരിത്രരചന പലരെയൊക്കെ വയ്ക്കുക, ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി. ഇനി ഇത് കൂടാതെ പിൽക്കാലത്ത് മോദി ഭരണകാലത്ത് തിരുത്തേണ്ടി വന്ന വലിയൊരു കാര്യമുണ്ട്. അതും നമുക്ക് ഈ വിക്രം സമ്പത്തിൻ്റെ വാക്കുകളിൽ നിന്ന് കേൾക്കാം. You know, in 2016, if you remember, there were people who were the descendants of Bhagat Singh, who wrote to the HRD minister then, Smriti Irani, that the Delhi University textbooks and also I think the UPSC books or whatever written by this Bipin Chandra, Mridula Mukherjee and all these people actually calls Bhagat Singh, Bhaga Jatin Das, all these people as revolutionary terrorists. The word terrorist is used for Bhagat Singh in the books, and the descendants of Bhagat Singh had protested, saying this was a term that was coined by our colonial masters, and today after Azadi Ka Amrit Mahotsav we are still using terrorist for them. So imagine a young child who's reading that, and at the same time on television you are seeing what's happening in Kashmir, or all the what terrorism and terrorist has a connotation today. They'll equate that to Bhagat Singh. പ്രശസ്തനായ കവി മജ്റൂ സുൽത്താൻപുരി, അദ്ദേഹം ഒരുപാട് ഹിന്ദി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, ഹിന്ദി സിനിമാ പാട്ടുകൾ. വളരെ മനോഹരമായിട്ട് എഴുതുന്ന മനുഷ്യനാണ് അദ്ദേഹം. ഒരിക്കൽ നെഹ്റു ഹിറ്റ്ലറിൻ്റെ ചേലായാണ്, ശിഷ്യനാണ് എന്നൊക്കെ ഒരു കവിതയിൽ എഴുതി. അതിൻ്റെ പേരിൽ മജ്റൂ സുൽത്താൻപുരിയെ അറസ്റ്റ് ചെയ്ത് 1 വർഷത്തോളം ആ കവി ജയിലിൽ കിടന്നു. ഇതാണ് നെഹ്റുവിൻ്റെ ജനാധിപത്യ ബോധം. 2016 HRD മിനിസ്റ്ററായിരുന്ന, മോദി ഭരണത്തിൽ വന്നു കഴിഞ്ഞിട്ടാണിത്, HRD മിനിസ്റ്ററായിരുന്ന സ്മൃതി ഇറാനിക്ക് ഭഗത് സിംഗിൻ്റെ ഇപ്പോഴത്തെ കുടുംബക്കാർ കത്തയച്ചു. ഡൽഹി യൂണിവേഴ്സിറ്റിയിലും JNUവിലും എല്ലാം പഠിപ്പിക്കുന്നു, ഭഗത് സിംഗ് റെവല്യൂഷണറി ടെററിസ്റ്റ് ആയിരുന്നു. ടെററിസ്റ്റ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ബിപിൻ ചന്ദ്ര എന്നൊക്കെ പറഞ്ഞ അവരുടെ ആസ്ഥാന ചരിത്രകാരന്മാരുണ്ട്. പണ്ട് മുതലേ നെഹ്റു പ്രോത്സാഹിപ്പിക്കുകയും ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുകയൊക്കെ ചെയ്ത കമ്മ്യൂണിസ്റ്റ് ഹിസ്റ്റോറിയൻസ്. അപ്പോൾ റെവല്യൂഷണറി ടെററിസ്റ്റ്, ഈ ടെററിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അർത്ഥം എന്താ? അതിന് വേറൊരു അർത്ഥമാണ്. പണ്ട് കാലത്ത് ഒരുപക്ഷെ ബ്രിട്ടീഷുകാർ ഇവരെ ടെററിസ്റ്റ് എന്ന് വിളിച്ച് കാണും, അത് വിളിക്കാൻ അവർക്കൊരു ന്യായം ഉണ്ടായി കാണും. പക്ഷേ സ്വതന്ത്ര ഭാരതത്തിൽ ഇവരെ ടെററിസ്റ്റ് എന്ന് വിളിക്കാൻ എന്താ ന്യായം? ഇതായിരുന്നു ഭഗത് സിംഗിൻ്റെ കുടുംബം സ്മൃതി ഇറാനിക്ക് കൊടുത്ത കത്ത്. അപ്പോൾ അത്രയധികം ഡീപ്ലി എംബെഡഡായിട്ട് ഈ കാര്യങ്ങൾ ചരിത്രത്തിൽ കിടക്കുന്നു. ഇതെല്ലാം ഡിസ്കാർഡ് ചെയ്തിട്ട്, പരിപൂർണമായിട്ട് തള്ളിക്കളഞ്ഞിട്ട്
ഇത് ഭേദഗതി വരുത്താനൊന്നും നിങ്ങൾ വിചാരിച്ചാൽ സാധ്യമല്ല കേട്ടോ. നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ തിരുത്തി വരുത്തി ശരിയാക്കാം എന്ന് വിചാരിക്കരുത്. മൊത്തം നരേറ്റീവ് തന്നെ, ആ ധാര തന്നെ, ആ വേര് തന്നെ പോയിരിക്കുന്നത് തെറ്റായ ദിശയിലാണ്. അതുകൊണ്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞ് സമ്പൂർണ്ണമായിട്ട് അത് ഉപേക്ഷിച്ചിട്ട് പുതിയതായിട്ട് ചരിത്ര നിർമ്മിതി ഉണ്ടാവണം. അത് സത്യസന്ധവുമായിരിക്കണം, ആത്മാഭിമാന പ്രചോദിതമായിരിക്കണം, സ്വദേശാഭിമാനം ഉണർത്തുന്ന രീതിയിലായിരിക്കണം. അതല്ലാതെയുള്ള ഈ വ്യാജ ചരിത്ര നിർമ്മിതി അത് സമ്പൂർണ്ണമായിട്ട് തള്ളിക്കളയണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു നവഭാരത സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തുടങ്ങി എന്നെങ്കിലും പറയാൻ പറ്റുള്ളൂ. അപ്പോഴും തയ്യാറെടുപ്പ് മാത്രമാണ്, നവഭാരതം ഏറെ അകലെയാണ്. ഈ കാര്യങ്ങൾ നമ്മളുടെ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത് മനസ്സിലാക്കാത്തതിൻ്റെ കുഴപ്പമാണ് ഈ യൂണിവേഴ്സിറ്റികളിലും അവിടെ ഇവിടെയുമൊക്കെ നിങ്ങൾ കാണുന്നത്. നെഹ്റു ചരിത്രം എഴുതാനായിട്ട് R.C. മജുംദാറിനെ ആദ്യം ഏൽപ്പിച്ചു. മജുംദാർ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഞാൻ സത്യസന്ധമായിട്ട് എഴുതുകയുള്ളൂ, എനിക്കതിനകത്ത് ഒരു പ്രത്യേക രീതിയിൽ എഴുതണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കാൻ പോകുന്നില്ല എന്ന് പറയും. R.C. മജുംദാർ അതിന് ശേഷം ധാരാളം ചരിത്ര പുസ്തകങ്ങൾ എഴുതിയ ആളാണ്, മഹാപണ്ഡിതനാണ്, ചരിത്ര പണ്ഡിതനാണ്, ഒക്കെയാണ്. പക്ഷേ നെഹ്റു പറഞ്ഞു അത് പറ്റില്ല, ഞാൻ പറയുന്ന പോലെ എഴുതണം എന്ന് പറഞ്ഞു. R.C. മജുംദാറിനെ ഈ ചരിത്രം എഴുതുന്ന ചരിത്രകാരന്മാരുടെ സംഘത്തിൽ നിന്ന് നെഹ്റു പുറത്താക്കി. എന്നിട്ട് തൻ്റെ വൈതാളികന്മാരെ കൊണ്ട് മാത്രം പുസ്തകം എഴുതിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ നെഹ്റു മുന്നോട്ട് പോയതിൻ്റെ ചരിത്രവും ഈ വിക്രം സമ്പത്ത് പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. These were part of what I would call as establishmentarian historians who towed the line that, the dispensation, the political dispensation of the time wanted them to. Around the same time, there was a big project to write immediately after freedom. A lot of these people were still alive, some of the freedom fighters. So interviewing them, capturing an entire history of the freedom struggle was something that the celebrated historian R.C. Majumdar wanted to do. And the government had initially commissioned him that project as well. But he made it very clear that, Dekho, I am not going to do some, Gandhi eulogy in this. I am going to be very critical of the man. And the man had a lot of failures in the manner in which he conducted. We probably would have got freedom several years or decades before, but for his flip-flop policies that he did all the time. And R.C. Majumdar wanted to bring all this out. So from a commissioned role as the official chronicler of the freedom struggle, R.C. Majumdar was summarily thrown out, and a bureaucrat who had nothing to do with history or modern Indian history. He was, I think, an expert of medieval Turkish history or whatever. That guy was put in charge of writing the official history of the freedom struggle by the government of India. അപ്പോൾ സംഗതി വളരെ ക്ലിയറാണ്. R.C. മജുംദാറിനെ ഒഫീഷ്യൽ ഹിസ്റ്റോറിയനായിട്ട് നെഹ്റു നിയമിച്ചു. പക്ഷേ R.C. മജുംദാർ പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ ഗാന്ധിജിയുടെ വിജയങ്ങൾ മാത്രം എടുത്തു കാണിക്കുന്നു. അത് മാത്രമല്ല, ഗാന്ധിജിക്ക് ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. R.C. മജുംദാർ ലോജിക്കലി പറഞ്ഞു, ഒരുപക്ഷെ ഗാന്ധിയുടെ ചില അബദ്ധങ്ങൾ പറ്റിയില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു എന്നുവരെ R.C. മജുംദാർ വാദിച്ചു. ഈ വാദം ശരിയാണോ ഇല്ലയോ എന്നുള്ളതല്ല, ചരിത്രത്തിലെ സംഭവങ്ങൾ നമ്മൾ നിരത്തുക, അതിൽ നിന്ന് നിഗമനങ്ങൾ എത്താനുള്ള സ്വാതന്ത്ര്യം ജനങ്ങൾക്ക് കൊടുക്കുക, ഇന്ന മാതിരിയൊക്കെയാണ് സംഭവിച്ചത്. ഗാന്ധിജി അബദ്ധം പറ്റാത്ത ആളായിരുന്നില്ല. ഞാനെന്നും പറയാറുണ്ട്, ഗാന്ധിജിക്ക് രണ്ട് വശമുണ്ട്. ഒന്ന് പൊളിറ്റിക്കൽ ഗാന്ധി, വേറൊന്ന് കൾച്ചറൽ ഗാന്ധി. പൊളിറ്റിക്കൽ ഗാന്ധി ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് ഇല്ലയെന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. ഗാന്ധി തന്നെ പല സ്ഥലത്തും തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. പൊളിറ്റിക്സിൽ അബദ്ധങ്ങൾ പറ്റും. കാരണം വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുന്നൊരു സാധനമാണ് രാഷ്ട്രീയം. അതിൽ ചിലപ്പോഴൊക്കെ നമ്മളുടെ തീരുമാനങ്ങൾ തെറ്റിപ്പോകും. കാരണം നമ്മൾ ആലോചിച്ച് പിടിച്ച് തീരുമാനിച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് ഗ്രൗണ്ട് സിറ്റുവേഷൻ മാറിക്കഴിയും. അപ്പോൾ പിന്നെ നമ്മളുടെ തീരുമാനം മണ്ടത്തരമായിട്ട് തോന്നും. ഇത് രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നതാണ്. അത് ഗാന്ധിക്കും സംഭവിച്ചു. അതിൻ്റെ പേരിൽ ഗാന്ധിയെ ആരും കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് പറ്റിയ അബദ്ധങ്ങളായിട്ട് തന്നെ എടുത്ത് പറയണമല്ലോ. ഇത് ചെയ്യും എന്നുള്ള ഘട്ടം വന്നപ്പോൾ ഈ കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നെഹ്റു R.C. മജുംദാറിനെ എടുത്ത് കളഞ്ഞു.
എന്നിട്ട് ഒരു സാധാരണ ബ്യൂറോക്രാറ്റിനെ, ഒരു ഗുമസ്തനെ വെച്ചു. അങ്ങനെ എന്തോ ICS കാരണം തുർക്കിയുടെ ചരിത്രം പഠിച്ച ആളോ മറ്റോ ആണ്. അയാളെ കൊണ്ടാണ് നമ്മളുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നത്, ഇപ്പോൾ ഈ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് പറഞ്ഞിട്ട് വലിയ വലിയ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടല്ലോ, ടുവേഴ്സ് ഫ്രീഡം എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാർ ഇറക്കിയ കുറേ ഗ്രന്ഥങ്ങളുണ്ട്. ഇതെല്ലാം ചവറാണ്, സത്യസന്ധമല്ല. അത് മുഴുവൻ മാറ്റിയിട്ട് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ നിഷ്പക്ഷരായ ദേശാഭിമാനികളായ ചരിത്രകാരന്മാരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരാളെ ഏൽപ്പിക്കുകയോ ചെയ്യണം. അത് വിക്രം സമ്പത്തായാലും വിരോധമില്ല. കാരണം ചെറുപ്പക്കാർ കുറേ കൂടെ ഒബ്ജക്റ്റീവായിട്ട് കാര്യങ്ങളെ കാണുന്ന ധൈര്യമുള്ള ചെറുപ്പക്കാർ ഇഷ്ടം പോലെ ഇപ്പോൾ ഭാരതത്തിലുണ്ടായി വന്നിട്ടുണ്ട്. അവർക്ക് ഈ ഒരു ഹാങ് ഓവറുമില്ല, ഒരു മിഡീവൽ ഹാങ് ഓവറില്ല, ജാതിയുടെ ചിന്തയില്ല. ഞാനിത് എഴുതി കഴിഞ്ഞാൽ ബ്രാഹ്മണർക്ക് ബുദ്ധിമുട്ടാവുമോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുക. അങ്ങനെ ഒന്നുമില്ലാത്ത ചെറുപ്പക്കാരുടെ വലിയൊരു നിരയുണ്ടായിട്ടുണ്ട്. അവർ ഗവേഷകരാണ്, അവർ യാത്ര ചെയ്യുന്നവരാണ്, കഷ്ടപ്പെട്ട് കാര്യങ്ങൾ പഠിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരെ ഏൽപ്പിച്ചാലും തരക്കേടില്ല. ഏറ്റവും വേഗം കുറഞ്ഞപക്ഷം പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കുന്ന ചരിത്രമെങ്കിലും നേരെ ആക്കിയില്ലെങ്കിൽ നമ്മൾ ഈ കുടം കമഴ്ത്തി വെള്ളമൊഴിക്കുന്ന പോലെയാകും. നരേന്ദ്രമോദി പോലും സ്വപ്നം കാണുന്ന നവഭാരതം വളരെ ദൂരെയായി പോകും. കാരണം ഈ നവഭാരതം സൃഷ്ടിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഭാരതത്തിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം അവരുടെ മുമ്പിലുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പുതിയ ഭാരതം കെട്ടിപ്പടുക്കാൻ സാധ്യമാകൂ. നിങ്ങളുടെ അടിത്തറ ദുർബലമാണെങ്കിൽ നിങ്ങളുടെ സൗധം പൊളിഞ്ഞു വീഴും എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് ഇത് അടിയന്തിരമായിട്ട് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ഭാരതത്തിൻ്റെ യഥാർത്ഥ ചരിത്രം, കേരളത്തിൻ്റെ യഥാർത്ഥ ചരിത്രം, ഇതെല്ലാം കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ്. ഈ പൊളിച്ചെഴുത്ത് ഇവിടെ അവസാനിപ്പിക്കുന്നു. പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം. നമസ്കാരം.